നമസ്കാരം. അങ്ങനെ ഒരു ബ്രില്യൻ പടം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫൂട്ടേജ് എന്നാണ് പടത്തിൻ്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മഞ്ജു വാര്യറാണ് ലീഡ് റോളിൽ വന്നേക്കണത്. അതേപോലെ നമ്മുടെ ഹിന്ദിയിലുള്ള അനുരാഗ് കശ്യപ്പൊക്കെയാണ് ഇതിൻ്റെ പ്രസൻറ്ററൊക്കെ ആയിട്ട് കാണിക്കണം. പടം ഡയറക്ഷൻ വന്നേക്കണത് സൈജു ശ്രീധരൻ. അതേപോലെ അഭിനേതാക്കൾ വന്നേക്കണത് ഗായത്രി അശോക്, പിന്നെ വിശാഖ്, മഞ്ജു വാര്യർ. ഇവരാണ് മെയിനായിട്ടുള്ള 3 ലീഡ്സായിട്ട് ഇതിനകത്ത് കാണിക്കണം. പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. മലയാള സിനിമയിലല്ല, തമിഴിലായപ്പോഴും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത്. ഹിന്ദിയിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഹിന്ദി പടം അങ്ങനെ വലിയതായിട്ട് കാണാറില്ലാത്തതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമറ ഫൂട്ടേജിൽ കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് പടം എടുത്തേക്കാണ്. ഇതാണ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോവിഡ് പാൻഡമിക് ആ ഒരു ഏകദേശം ആ ടൈമാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരു കപ്പിൾസിന് ഉണ്ടാവണ ഒരു സംഭവം, ഒരു അപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ചെറിയൊരു സംഭവം. അതിനകത്ത് എങ്ങനെയൊക്കെയോ നമ്മുടെ മഞ്ജു വാര്യർ ചെയ്യുന്ന ക്യാരക്ടർ വന്ന് പെടുന്നു. എങ്ങനെ പെടുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പടം മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. പടത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പടം ടെക്നിക്കലി ഒരു രക്ഷയില്ല, അങ്ങനെ പിടുത്തം തരില്ല. ആ മാതിരി ടെക്നിക്കൽ വിഷ്വൽസും അതേപോലെ ട്രീറ്റ്മെൻറ്റും. ഇപ്പോൾ പല സ്ഥലത്തൊന്നും എനിക്ക് തോന്നുന്നു സാധാരണ നമുക്കൊരു സീനാണ് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് BGMസും സംഭവങ്ങളൊക്കെ വന്നാലാണ് അതിൻ്റെ എഫക്റ്റോട് കൂടുള്ളൂ. പക്ഷേ ഈ ഒരു പടത്തിനകത്ത് ചില സീൻസൊക്കെ BGM ഇല്ല, പക്ഷെ ആ വിഷ്വലിൻ്റെ എഫക്റ്റ് തന്നെ മതി. ആ ഒരു സീറ്റിൽ നമ്മൾ ആ ഒരു എഡ്ജിലേക്ക് പോകും. മിസ്റ്ററി ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മിസ്റ്ററി ആയിട്ട് നമുക്ക് കണക്കാക്കാം. കുറച്ച് ഇമോഷണൽ സാധനമൊക്കെ മഞ്ജു വാര്യറിൻ്റെ സൈഡിൽ നിന്നൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ കൂടാതെ കപ്പിൾസിൻ്റെ കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടോ കുട്ടികളായിട്ടൊക്കെ പോവാതെ ഇരിക്കുക. മെച്ചുവേർഡ് ഫാമിലി മെമ്പേഴ്സൊക്കെ ദാറ്റ്സ് ഫൈൻ. പക്ഷേ പിള്ളേരൊക്കെ ആയിട്ട് പോകാതിരിക്കുക. കുറച്ച് അത് നമുക്ക് പടം ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അത് കാണിക്കണ്ടേ. സർട്ടിഫിക്കറ്റ് ആണ് നമ്മളുടെ അതിനകത്ത് എടുത്ത് കാണിക്കണ്ടേ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ്. അതേപോലെ തന്നെ പടത്തിനകത്ത് കാണിക്കണ്ടേ. അപ്പോൾ സംഭവം അത് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഈ പടം നമ്മളിപ്പോൾ ഗഗനാചാരി എന്ന് പറഞ്ഞ സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു പടമാണ്. അതും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് വേറെ ജോണറാണ് നിൽക്കണം. പക്ഷേ ആ ഒരു വ്യത്യസ്തത നമുക്ക് ഈ ഒരു പടത്തിനകത്ത് കാണാം. നമ്മൾ മലയാള സിനിമ ഇൻഡസ്ട്രി കാണാത്ത ഒരു സംഭവമായിട്ടാണ് ഈ പ്രാവശ്യം സൈജു ശ്രീധരൻ വന്നത്. പിന്നെ കട്ജു ശ്രീധരൻ എന്ന് പറഞ്ഞ എഡിറ്റർ കം ഡയറക്ടറാണ് ഈ പടത്തിനകത്ത് വന്നിരിക്കുന്നത്. പുള്ളിയുടെ ഇതിന് മുമ്പത്തെ വർക്കൊക്കെ ഒരുപാട് അപ്രീസിയേറ്റ്. എനിക്കാണ് നമ്മുടെ കുമ്പളങ്ങി, മായാനദി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളി ഒറ്റയ്ക്ക് കട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളാണ്. ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു പടത്തിനകത്ത് കട്ട്സ് മാത്രമല്ല ഡയറക്ഷനിലേക്ക് കൂടി വന്നപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ വരാം. എഡിറ്റർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കാണാൻ നമുക്ക് സിനിമയിൽ കാണാൻ നല്ല രസമായിരിക്കും. അത് തന്നെ നമുക്ക് ഈ പടത്തിനകത്ത് കാണാം. ബ്രില്യൻ്റ് ആയിട്ട് തന്നെ കട്ട്സ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൂട്ടേജാണ് രസം. ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ പടം ഫൂട്ടേജാണ്, ക്യാമറയിൽ പറയുന്ന ഫൂട്ടേജ്. ആ ഫൂട്ടേജ് വെച്ചിട്ട് പടം എങ്ങനെ ഉണ്ടാവും. വ്യത്യസ്തമായിട്ട് സംഭവമാണ്. ഞാനൊരു മസ്റ്റായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ OTT ആയാലും നമുക്ക് ഈ പടത്തിൻ്റെ ആ ഒരു സംഭവം നമുക്ക് കിട്ടും. അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടാണ് ഈ സാധനം പോയേക്കണം. പിന്നെ എടുത്തു പറയേണ്ടത് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടിയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോൾ നമുക്ക് ഈ പടത്തിനകത്ത് കാണാൻ പറ്റും. ആക്ഷൻ രംഗങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കകത്ത് ലുക്സൊക്കെ തന്നെ വ്യത്യാസമുണ്ട്. ക്യാപ്പൊക്കെ ഇട്ട് ഒരു ജാക്കറ്റൊക്കെ ഇട്ട് നല്ല രസത്തിന് ഈ പടത്തിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. കാരണം ഇന്നവർ ചെയ്യാത്തൊരു ക്യാരക്ടർ വേറൊരാൾ ചെയ്യുമ്പോൾ കണ്ടിരിക്കാൻ രസമല്ല. അതൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അപ്പോൾ ധൈര്യമായിട്ട് ഫൂട്ടേജ് നിങ്ങൾക്ക് കാണാം. ഫൂട്ടേജ് പ്രോമിസിങ് പടമാണ്, പുതിയൊരു അറ്റംപ്റ്റാണ്. ധൈര്യമായിട്ട് കാണാം. നല്ല വിഷ്വലി ടെക്നിക്കലി സൗണ്ട് തന്നെ നമ്മളോട് പറയാം. താങ്ക് യു. അടുത്ത പടത്തിൻ്റെ റിവ്യൂ കാണാം.